നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനി എപ്പോഴും ഇമോഷണലാണ്. മെസ്സി ഗോൾ അടിച്ച ഇമോഷണൽ, കളി ജയിച്ച ഇമോഷണൽ, മാധ്യമങ്ങൾ കാണുമ്പോൾ ഇമോഷണൽ. അദ്ദേഹത്തിന് അങ്ങനെ ടീമിലെ താരങ്ങളൊരു ഇരട്ടപ്പേരിട്ടു. ആ ഇരട്ടപ്പേര് എന്താണെന്നറിയോ? ലാ ഇറോണ എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ കരയുന്ന സ്ത്രീ, വീപ്പിംഗ് വിമൺ എന്നാണ് അതിന് അർത്ഥം. ഇനി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തേടി വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അത് അവർ അദ്ദേഹത്തെ ഇട്ട പേരാണ്, അത് ആ അർത്ഥത്തിൽ എടുത്താൽ മതി. മാത്രമല്ല അതിന് മറ്റൊരു ലെജൻഡറി പരിവേഷം, അതിൻ്റെ പുറകിലൊരു നാടോടി കഥയുടെ കാര്യം കൂടിയുണ്ട്, അതിൻ്റെ പേരും കൂടിയാണത്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ ഞാൻ വിശദീകരിക്കാം അവസാനം. അപ്പോൾ ഇനി അതും പറഞ്ഞ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി വരണ്ട. ദി വീപ്പിംഗ് വുമൺ എന്നാണ് അതിൻ്റെ അർത്ഥം. കരയുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ വരുന്നത്. പക്ഷെ അതല്ല, അതിൻ്റെ പുറകിലുള്ളൊരു നാടോടി കഥ വേറെയുണ്ട്. നമ്മൾ ഈ പദാനുപത അർത്ഥങ്ങൾ എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ഏതായാലും അതിൽ സംഭവം ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഇമോഷണലാണ്. അപ്പോൾ അതുകൊണ്ടാണ് താരങ്ങൾ ലോക്കർ റൂമിൽ അദ്ദേഹത്തിന് ഒരു പേരിട്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും ഇമോഷണലാവും. ഇന്നലത്തെ കളിക്കേഷൻ പറയുകയാണ്. ചില സമയത്ത് ഇങ്ങനെ കണ്ണുനീര് വരും. ഇന്ന് ലോക്കർ റൂമിൽ വെച്ച് എനിക്ക് കണ്ണീര് വന്നു. അപ്പോൾ എല്ലാവരും കൂടി എന്നെ ലാ ഇറോണ അല്ലെങ്കിൽ ദി വീപ്പിംഗ് വുമൺ എന്ന രൂപത്തിൽ വിളിക്കുകയുണ്ടായി. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ലെന്നേ. എനിക്ക് ഇമോഷൻസ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് എല്ലാവർക്കും, എനിക്ക് ഇപ്പം പാബ്ലോയുടെ കാര്യത്തിലാണെങ്കിലും വോൾട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്കൊക്കെ അറിയാവുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് 10-20 കൊല്ലക്കാലം കളിച്ചും മറ്റുമൊക്കെ ആയിട്ട് ചിലവഴിച്ചിട്ടുള്ളവരല്ലേ. സോ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് ആ ഒരു ഇൻക്രെഡിബിൾ ഫീലിംഗ് എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കണ്ണീരണിഞ്ഞു പോയതാണ്. ഏതായാലും മറ്റു കോച്ചുമാർ ഇങ്ങനെയാണോ താരങ്ങളോട് ഇടപെടുക, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് കോച്ചുമാർ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള മൊമെൻറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കും. നമ്മുടെ ഒരു അഡ്രിനാലിൻ റഷും ഇത്തരത്തിലുള്ള വിജയവും എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം നമ്മളിൽ നിന്ന് വരും. സോ ഏതായാലും ഞങ്ങളെല്ലാവരും വളരെ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. വി ആർ ഗോയിങ് ടു കീപ് ഡൂയിങ് ഇറ്റ് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും ഇപ്പോൾ വളരെ വളരെ കൃത്യമായിട്ട് ലയണൽ സ്കലോനി പറയുകയാണ്, തന്നെ ടീമിലെ താരങ്ങൾ ഇങ്ങനെ കരയുന്ന സ്ത്രീ എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുന്നത് എന്ന്. ലാ ഇറോണ അല്ലെങ്കിൽ ലാ ലെറോണ എന്ന രൂപത്തിലാണ് ആ വാക്കുകൾ വരിക. ഇതിനർത്ഥം കരയുന്ന സ്ത്രീ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹിസ്പാനിക്, അതായത് മെക്സിക്കൻ നാടോടി കഥകളിലെ ഏറ്റവും പ്രശസ്തവും ഭയപ്പെടുത്തുന്നതുമായ ഒരു പ്രേതകഥയാണ്. ലാ ഇറോണ ഇതിനർത്ഥം കരയുന്ന സ്ത്രീ എന്നാണ്. അപ്പോൾ കുട്ടികൾ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് തടയാനും, പ്രത്യേകിച്ച് പുഴകളുടെയും ജലാശയങ്ങളുടെയും അരികിൽ പോകാതിരിക്കാനും മാതാപിതാക്കൾ നൂറ്റാണ്ടുകളായിട്ട് ഈ കഥ ഒരു മുന്നറിയിപ്പായിട്ട് ഉപയോഗിച്ചു പോരുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിലെ കഥാപാത്രത്തിൻ്റെ പേര് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു നാടോടി കഥയുടെ പരിവേഷം ഈ ഒരു നിക് നെയിമിനുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ്